ശ്രീ റജിയിലേക്കാണ്. റജി, ഈ കേരള സ്റ്റോറി കേരള വിരുദ്ധമാണ് എന്നുള്ള പ്രചാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ, അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ നടക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ സിനിമയ്ക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. ആ കലാരൂപത്തിന് അത്ര വലിയൊരു അംഗീകാരം ലഭിച്ചപ്പോൾ അതിനെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടുത്തെ മന്ത്രിമാരുമൊക്കെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഈ നിമിഷപ്രിയയും മെറിൻ ജേക്കബും ഒക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് റിയൽ അല്ല എന്നെങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയും? നിങ്ങളും അതേ ധാരയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരായതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും എതിർക്കുന്ന സമീപനമാണ് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. സമൂഹത്തിൽ വർഗീയത വളർത്തി വിഭജന രാഷ്ട്രീയം നടത്തുന്നതിനെ അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം, അവരുടെ വാദത്തിൽ നിന്നും ഇതുവരെ അവർ പുറത്തു കടന്നിട്ടില്ല. എന്നിട്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ പിന്തുണച്ചുകൊണ്ട് എല്ലാ വർഗീയതയെയും നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത്? നോക്കൂ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നു. നോക്കൂ, അവരുടെ അവരുടെ ഈ രാഷ്ട്രീയ കക്ഷി വെൽഫെയർ പാർട്ടി, അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാമെന്ന് രേഖാമൂലം നൽകി അതനുസരിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അവര് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവമുള്ളവർക്ക് വോട്ട് അങ്ങേക്കൊന്ന് വിശദീകരിച്ചു തരും. വെൽഫെയർ പാർട്ടിയെ ഇങ്ങനെ ഈ പൊതു ധാരയിലേക്ക് വരുത്താനൊക്കെ ഉള്ള വലിയ ശ്രമം നടക്കുന്ന കാലത്താണിത്. റജി, ഒരു സെക്കൻഡ്, ആരിഫ് ഹുസൈൻ ഒന്ന് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. അതായത് അത് തക്കിയുടെ ഭാഗമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടികൾ, ഈ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, അവരതൊക്കെ എഴുതി വെക്കും, അതെല്ലാം ഒപ്പിടും. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് ഇസ്ലാമിലെ മറ്റൊരു ഡോക്ടറിനാണ് തക്കിയ എന്ന് പറയും. തക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സാഹചര്യം പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ സാഹചര്യം അനുകൂലമാകുന്നത് വരേക്കും നമ്മൾ ചില നുണകൾക്ക് പറയാം, നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ, നീക്കുപോക്കുകൾ സാധിക്കും. അതിന് അറബിയിൽ പറയും നീക്കുപോക്കെന്ന്, നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് അൽ തക്കിയ എന്ന് പറയും. ഇനി നിങ്ങൾ അവരുടെ ഭരണഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്ത് വായിച്ചു നോക്കൂ. അവരുടെ ലക്ഷ്യം എന്താണ്? ഹുക്കുമത്തെ ഇലാഹി തന്നെയാണ്. എന്താണ് ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്കാമത്തു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്ന തരത്തിലുള്ള സംഗതികൾ ഇവിടെ സാധ്യമാക്കുന്ന രീതിയിൽ ഒരു ഭരണം കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താണ്? ഇസ്ലാമിക രാജ്യമാക്കുക. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ. ഇന്നും അവരുടെ വെബ്സൈറ്റിൽ പോയാൽ വായിക്കാൻ നിങ്ങൾക്ക്. എന്താ അത് വായിച്ചുകൂടാത്ത? മതരാഷ്ട്രവാദത്തിൽ നിന്നും 1 ഇഞ്ച് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയിട്ടില്ല. അതിന്റെ അനുബന്ധ സംഘടനകൾക്കും അതേ നിലപാട് തന്നെയാണ്. നോക്കൂ, നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആ മൗലിക അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു സിറ്റിസൺ, ഇന്ത്യയിലെ ഒരു പൗരൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യമാണെന്ന് ആദ്യം അംഗീകരിക്കൂ. പറഞ്ഞുതരാം എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അവരുടെ വെബ്സൈറ്റ് എടുക്കുക. ഐഡിയോളജി, ആദർശം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെന്റൻസ് ആദർശം. ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രഖ്യാപിത ആദർശം ഇത് തന്നെ. ലോകത്ത് നിയോഗിതരെ അങ്ങനെ തുടങ്ങണം. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹു അല്ലാതെ ആരാധ്യന് അർഹൻ വേറെ ദൈവമില്ല എന്ന് എഴുതി വെച്ച് മതത്തിന്റെ ആ വാക്യം തന്നെ അവിടെ, ഈ ഷഹാദത്ത് കലിമ തന്നെ അവിടെ എടുത്തു വെച്ചിട്ട്, നമ്മളെ പഹൽഗാമില് ഈ വെടിവെക്കുന്നതിന് മുന്നേ ചോദിച്ച സാധനം ഉണ്ടല്ലോ, അത് അതേപോലെ എഴുതി വെച്ചത് ആരാണ് അത് എഴുതി വെച്ചത്? ജമാഅത്ത് ഇസ്ലാമി. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അറിയില്ല. ഇത് അറിയുന്നോണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സംഗതിയാണ്. ഇനി നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ഭരണഘടന അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞത്, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന തന്നെയായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട്. ഇപ്പൊ സൊസൈറ്റീസ് ആക്ട് പ്രകാരമല്ലേ അവരോട് നിന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അവരെ നിരോധിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജോസഫ് മാഷ് കൈവെട്ടിയതൊക്കെ ഇങ്ങനെ എന്താണ്, പൂ കൊടുക്കുന്ന പരിപാടിയാണോ? ഇത് എന്ത് തരം വാദമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ആരെയാണ് ഈ വെളുപ്പിക്കാൻ നോക്കുന്നത്? ഏതാനും ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ വെളുപ്പിക്കരുത് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ എന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞു വരുന്നത്. താങ്കൾക്ക് തുടരാം. ഡോക്ടർ ആരിഫ്, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചും ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും പറയാൻ കഴിയാത്ത രീതിയിലാണ് ബഹുമാന്യനായ ഡോക്ടർ ആരിഫ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ അവരുടെ ഐഡിയോളജി അവർ എഴുതി വെച്ച സാധനം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ അവിടെ പോയിട്ട് അത് തിരുത്തൂ. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട് VD സതീശൻ പറഞ്ഞത് റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. VD സതീശൻ അങ്ങനെയല്ല പറയേണ്ടത്. ഈ ജമാഅത്ത് ഇസ്ലാമി
മുസ്ലിമയുടെ സംഗതി അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന സാധനമാണ്. ഈ സാധനം ചോദിച്ചിട്ടാണ് അവിടെ പഹൽഗാമിൽ വെടിവെച്ചിട്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനോട് യോജിക്കരുത് സതീശ, നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയാനുള്ള ഒരു ആണത്തം. അത് മാത്രമല്ല റജി, ജമാഅത്തെ ഇസ്ലാമി അവരുടെ നയങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി അവരുടെ അമീർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ വാദത്തിൽ നിന്നും മതരാഷ്ട്രവാദത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നത്. കേരളത്തില് നോക്കൂ ഡോക്ടർ ആരിഫ്, നീലിമ നോക്കൂ, നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ മഹത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നമ്മളാണ് മനസ്സിലാക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിക്കാർക്കാണ് മനസ്സിലാക്കാത്തത്. ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ കൂട്ടുകെട്ടിനെയും പിന്താങ്ങുന്ന നിങ്ങൾക്കാണത് മനസ്സിലാവാത്തത്. ബിറജി, എല്ലാ മതങ്ങളും മനുഷ്യ സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മതവിദ്വേഷം വളർത്താതിരിക്കൂ. ഈ മതങ്ങളുടെ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. സമയക്കുറവ് കൊണ്ടാണ്.